അങ്ങനെ 2 വീക്സ് ബ്രേക്കിന് ശേഷം വൺ പീസ് തിരിച്ചു വന്നിട്ടുണ്ട്. 1148ാമത്തെ ചാപ്റ്റർ. എന്തുവാടെ സാധനം, ഒരു ക്ലിഫ് ഹാങ്ങർ, ഒരു അടിപൊളി എൻഡിങ് വെച്ചുകൊണ്ടാണ് നിർത്തിയിട്ടുള്ളത്. എൻഡിങ് അല്ല, ഒരു ക്ലിഫ് ഹാങ്ങർ ആണ്. ഒരു ക്യാരക്ടർ വരും, പുതിയ ഹാക്കി പവർ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. മേ ബി വൺ പീസിന്റെ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പുതിയ ഹാക്കി പവർ എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാവും. എന്തായാലും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തീരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനെ പറ്റിയും പോസിബിൾ ഫ്യൂച്ചർ തിയറീസ് നമുക്കൊന്ന് പറയാം. കറക്റ്റ് ആവണമെന്നില്ല, എന്തായാലും നമുക്ക് ഫുൾ ഒന്ന് റീഡ് ചെയ്യാം. കാണുന്ന പോലെ കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സ് ആയിട്ട് വലിയ അനക്കമൊന്നുമില്ല, ഒരു സിറ്റുവേഷന്റെ പുറത്താണ് പോകുന്നത്. നമ്മുടെ എൽബാഫിലെ കുറച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എൽബാഫിനെ ഗവൺമെന്റിന്റെ സൈഡിലാക്കാനായിട്ടാണ് ഹോളി നൈറ്റ്സിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പൊ അവരെ തട്ടിക്കൊണ്ടു പോകുന്നതും അതിനിടയ്ക്കുള്ള കുറച്ച് ഗുങ്കോന്റെ സമ്മേഴ്സിന്റെ പവറൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ ചാപ്റ്റേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലോക്കിയുടെ ഒന്നും വലിയ പവർ റിവീലോ അവര് സീക്രട്ടോ ഒന്നും കാണിക്കുന്നില്ല കുറച്ച് ചാപ്റ്റേഴ്സ് ആയിട്ട്. പക്ഷെ ഇതിലൊരു സാധനം ഉണ്ടേ. കഴിഞ്ഞ ചാപ്റ്റർ വായിച്ചവർക്ക് അറിയാം, ഓൾറെഡി ഒരു ഭീഷണി പൊക്കോണ്ടിരിക്കുകയാണ്. സമ്മേഴ്സ് നമ്മുടെ ജാറൂളിന് ഭീഷണി കൊടുത്തോണ്ടിരിക്കുകയാണ്. ജാറൂളിനെ ഹെഡ് ആക്കിയിട്ട് അവരുടെ അടുത്ത് പറയുകയാണ് എൽബാഫ് ഇവരുടെ കൂടെ നിൽക്കുകയോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭീഷണിയുടെ ഭാഗമായിട്ട് തട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരു കുട്ടിയെ ആരോ കൂടെ നടത്തി താഴോട്ടിട്ട് കൊല്ലാനുള്ള ഭീഷണിയിലാണ് നിൽക്കുന്നത്. ആദ്യം കണ്ടതുപോലെ റോഞ്ച പാട്ടും പാടിക്കൊണ്ട് പോകുന്നുണ്ട്. പുള്ളിക്കാരിക്ക് എന്ത് നടക്കുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. പുള്ളിക്കാരി അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതേ സമയം ബാക്കിയുള്ള കുട്ടികളും എല്ലാവരും വെറീഡാണ്. നമ്മുടെ നാമിയും ജിംബയും ഉസോപ്പും എല്ലാവരും ടൈഡപ്പ് ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ അവർ ടൈഡപ്പ് ചെയ്താണ്. ഗുങ്കോയുടെ അടുത്ത് അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അതിൽ പ്രത്യേകിച്ച് കാണേണ്ട ഒരു സംഭവമാണ് ഈ ബ്രൂക്കിനെ കണ്ട മൊത്തത്തിലും ഒരു മമ്മിയെ പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. വാ വരെ കെട്ടിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഗുങ്കോയിനെ ബ്രൂക്ക് റിജക്ട് ചെയ്തു. അതിന്റെ ഇതിലാണ് കേട്ടാ. ഓക്കെ, അപ്പൊ സമേഴ്സ് ജെറോളിന്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഉടനെ തന്നെ ഈ ലൈബ്രറിയും സ്കൂളും കത്തിക്കണം. ഒരു ബുക്ക് പോലും അതിനകത്ത് നിങ്ങൾ റിട്രീവ് ചെയ്യാൻ ശ്രമിക്കാൻ പാടില്ല. അതിനുവേണ്ടി 30 സെക്കൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ 30 സെക്കൻഡ്സിനകം ഇവരെ കത്തിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ കുട്ടികളായിട്ട് താഴോട്ട് കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും പാനിക്കായി തുടങ്ങി. കണ്ടോ, എല്ലാവരും പാനിക്കായി തുടങ്ങി. ഇതാണ് ഇവിടെ നടക്കുന്നത്. കുറെ പേര് ഇതിനെ എതിർക്കുന്നുണ്ട്, വേണ്ട ചെയ്യണ്ട. കുറെ പേര് പറയുന്നുണ്ട് ലൈബ്രറിക്ക് ഇതിനൊക്കെ ആയിട്ട് ഒരു കുട്ടിയുടെ ജീവൻ ബലി കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കാണുന്ന പോലെ റോബിനും ചോപ്പറും കുറെ ദിവസമായിട്ട് ഒരു അനക്കമൊന്നും ഇല്ലാതിരിക്കുകയാണ്. റോബിന്റെ കാര്യം പറയുകയാണെങ്കിൽ വാനോവിന് ശേഷം ഒരു അനക്കവും പുള്ളിക്കാരി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ പുള്ളിക്കാരുടെ ഒരു ഷോ ഓഫ് നടക്കുന്നുണ്ട്. പുള്ളിക്കാരി ചോപ്പറിന്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ ഇരി, ഞാൻ ഇപ്പൊ റെഡി ആക്കിയിട്ട് വരാം. അങ്ങനെ 30 സെക്കൻഡ്സിൽ ഒരു 20 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും റോബിൻ ഇറങ്ങി. എല്ലാവരും പാനിക് ആയിക്കൊണ്ട് പല സ്ഥലത്തുനിന്ന് കുട്ടിയെ രക്ഷിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ച് 8ലേക്ക് നമ്മുടെ വോറിയേഴ്സും ഫ്രാങ്കിയും എല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ റോബിൻ ആക്ട് ചെയ്ത് തുടങ്ങി. ദേ ഇവിടെ കാണുന്ന പോലെ സമേഴ്സ് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. റോബിന്റെ സിയാൻഫു എന്ന് പറയുന്ന മൂവ് ഒട്ടും താമസിച്ചിട്ടില്ല, സ്പോട്ടിന് അടിച്ചു കൊടുത്ത്. സമേഴ്സിന് റിയാക്ട് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല. ഇതിലൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ സിയാൻഫു യൂഷ്വലി യൂസ് ചെയ്യുമ്പോൾ ഒരു നമ്പേഴ്സ് ഓഫ് കൈ, ഇപ്പൊ 1000 തൗസൻഡ്സ് ഓഫ് കൈ ഹാൻഡ്സ് എന്നാണ് പറയുന്നത്. ഇപ്പൊ തൗസൻഡ്സ് ഓഫ് ഹാൻഡ്സ് വരുന്നതിന് പകരം ഇതെല്ലാം കൂടെ മെർജ് ആയിട്ട് ഒരു ഒറ്റ ഷോട്ടിലാണ് വന്നത്. അങ്ങനെ വലുതായിട്ട് ഈ മൂവ് അങ്ങനെ വലുതായിട്ട് ഒരിടത്തും ഇങ്ങനെ കണ്ടിട്ടില്ല. കാണുന്നത് പോലെ റോബിന്റെ അടുത്ത് നിന്ന് ഒറ്റ ഷോട്ടിൽ എല്ലാവരും ഒറ്റ കൈയാണ് പോയിരിക്കുന്ന ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇമ്പാക്റ്റില് ബ്ലഡ് പോകുന്നുണ്ട്, ഹേർട്ട് ആവുന്നുണ്ട്. പക്ഷെ റോബിൻ ഇതുവരെ ഹാക്കി യൂസ് ചെയ്തിട്ടില്ല. ഹാക്കി യൂസ് ചെയ്യാതെയാണ് സമേഴ്സിന്റെ അടുത്ത് റോബിൻ ഫൈറ്റ് ചെയ്യുന്നത്. റോബിനെ അടിച്ച് ഇട്ട്, പക്ഷെ കാര്യമില്ല, സമേഴ്സ് ഇമ്മോർട്ടലാണ്, അത് റോബിൻ അറിയാം. എന്നാലും കുട്ടിയെ രക്ഷിക്കാനുള്ള ഒരു ഗ്യാപ്പിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ കൊടുത്ത ഇമ്പാക്റ്റിന് ഒട്ടും താമസിക്കുക തൊട്ടടുത്ത മൊമെന്റിൽ തന്നെ അടുത്ത മൂവ് ഇട്ടിട്ടുണ്ട്, ക്ലച്ച് ഒടിച്ചെടുക്കും. അതാണ് ക്ലച്ച്, അതൊക്കെ അറിയാലോ, ഒടിച്ചെടുക്കും ആളെ. പക്ഷെ ഇതൊന്നും സമേഴ്സിന് വിഷയമല്ല. അതുകൊണ്ട് തന്നെ റോബിൻ എന്ത് ചെയ്തു, റോബിൻ സമേഴ്സിനെ പിടിച്ചുകൊണ്ട് ആ ബ്രാഞ്ചിൽ നിന്ന് എടുത്ത് ചാടുകയാണ് താഴോട്ട്. അത് റേഞ്ച് വിട്ട് പോകുമ്പോഴത്തേക്കും ആ മുള്ളുകൾ അങ്ങ് ഡിസപ്പിയർ ആയി കുട്ടികളെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് പുള്ളിക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷെ നടന്നില്ല. എത്ര റേഞ്ച് താഴെ പോയിട്ടും ആ തോൺസ് അവിടെ നിന്ന് ഡിസപ്പിയർ ആവുന്നില്ല. പകരം റോബിനെ തന്നെ അറ്റാക്ക് ചെയ്യാണ് സമേഴ്സ്. കണ്ടില്ലേ, റോബിന്റെ ദേഹത്തെ തന്നെ അറ്റാക്ക് ചെയ്യണം. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, റോബിൻ അല്ലത്, റോബിന്റെ ഡൂപ്പ് മാത്രമാണ്. അങ്ങനെ സമേഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത സമയത്ത് തന്നെ നാമിയെയും ജിംബയെയും ഉസോപ്പിനെയും ബ്രൂക്കിനെയും എല്ലാം രക്ഷിക്കാനായിട്ട് റോബിൻ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ആ ഗ്യാപ്പിന് ഇടയിൽ തന്നെ സമേഴ്സ് തിരിച്ചു വന്നു. സമേഴ്സ് തോൺ ഫ്രൂട്ടിന്റെ പവർ യൂസ് ചെയ്ത് സ്പൈഡർമാനെ പോലെ തോണിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഒരു ഡ്രാമാറ്റിക് മൊമെന്റ് ഇവിടെ ഉണ്ട്. ഏകദേശം 10 സെക്കൻഡ് താഴെ മാത്രമേ ഉള്ളൂ. ആ കുട്ടി താഴെ വീഴാറായി. ആ കുട്ടി പറയാണ് ജെറോളിന്റെ അടുത്ത്, സ്കൂൾ കത്തിക്കരുത്, എനിക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്, അവിടെ കുറെ ഫ്രണ്ട്സിന് എനിക്കുണ്ട്. ഇപ്പൊ ഇമോഷണലായി കേട്ടോ പുള്ളിക്കാരി. ഇമോഷണലായി, സ്കൂള് പോകരുത്, ഞാൻ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഇമോഷണലായി പേടിച്ച് നിൽക്കുകയാണ്. എന്നാലും ആ ഒരു ബ്രേവ്നെസ് പുള്ളിക്കാരി കാണിച്ചിട്ടുണ്ട്. കണ്ടോ, എനിക്ക് മറ്റേ വാനോയിലും എന്റെ ചിരിക്കുന്ന പുള്ളിക്കാരനില്ലേ, മറ്റേ മരിക്കുന്ന പുള്ളിക്കാരൻ, പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, പുള്ളിക്കാരൻ്റെ ആ ഒരു സീന് പോലെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പുള്ളിക്കാരൻ സാക്രിഫൈസ് ചെയ്തതാണ് ഒരു മൊമെന്റിന് വേണ്ടി. അതുപോലെ ഒരു മൊമെന്റ് ആണ് ഇതെന്ന് ഒരു റെഫറൻസ് പോലെ തോന്നുന്നുണ്ട്, അല്ലായിരിക്കാം. അത് കഴിഞ്ഞ് 2, 1 കൗണ്ട് ഔട്ട് നടക്കുകയാണ്. അപ്പോ ജെറോള് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കത്തിച്ചോ, സ്കൂൾ കത്തിച്ചോ, കുഴപ്പമില്ല, കൊച്ചിനെ രക്ഷിക്കണം, സ്കൂൾ കത്തിച്ചോ എന്ന് പറഞ്ഞ് ഉത്തരവ് കൊടുത്ത് ആ സെക്കൻഡിൽ തന്നെ ഒരാളുടെ എൻട്രി അവിടെ നടക്കുകയാണ്. സ്കോപ്പർ ഗബാൻ വന്ന് മോനെ റോബിനെയും എല്ലാവരെയും കെട്ടിയിട്ട് ഇവർക്ക് ഇനി രക്ഷിക്കാൻ ഒരു വഴിയില്ല. ആൾക്കാരെ എല്ലാവരെയും പിടിയിലാക്കിയ സമയത്താണ് സ്കോപ്പർ ഗബാൻ വരുന്നത്. കാരണം സ്കോപ്പർ ഗബാന്റെ കുട്ടിയും കൂടെ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. പുള്ളി
വന്നു സമേഴ്സിന്റെ ഹാൻഡ് കട്ട് ചെയ്തു. അപ്പൊ ഇതിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹോളി ലാൻഡ്സ് എല്ലാം ഇമ്മോർട്ടലാണ്. എത്ര ഹാൻഡ് കട്ട് ചെയ്താലും എന്ത് കട്ട് ചെയ്താലും അവർക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്കോപ്പർ ഗബാന്റെ ഈ ഒരു മൂവില് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു ഹാക്കി പവർ ആണെന്നാണ് എന്റെ വിശ്വാസം. ഇതൊരു നെക്സ്റ്റ് ലെവൽ ഹാക്കി പവർ ആയിരിക്കണം. ഇതുവരെ നമ്മൾ വൺ പീസിൽ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലാത്ത പുതിയ തരം ഹാക്കി പവർ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുക, ഹാക്കി ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല, കോൺഗ്രസ് ഹാക്കി കൊണ്ടൊന്നും തീരുന്നില്ല. ഇനി ഹാക്കിയിൽ സുപ്രീം ലെവലുകൾ കാണും. അപ്പോൾ ഇത് ലൂഫിയും മറ്റുള്ളവരും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മറ്റേ എൽഡേഴ്സിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എഗ്ഗഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാം, എൽഡേഴ്സിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ പറ്റിയിട്ടില്ല. അവരവിടെ എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. എല്ലാവരും ഇമോർട്ടലാണ്, എത്ര അടിച്ചിട്ടും തീരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ ഹോളി നൈറ്റ്സും അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയായിരുന്നു എന്തെങ്കിലും സ്കോപ്പർ ഗബാൻ എന്തെങ്കിലും റിവീൽ ചെയ്യാനുള്ള പ്ലാനിലാണ്. അന്നേ ലൂഫി ആയിട്ടുള്ള സീനിൽ ഇതൊക്കെ ഹിന്റ് ചെയ്തതാണ് എന്തെങ്കിലും കാണുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു സ്കോപ്പർ ഗബാൻ ലൂഫിയെ ട്രെയിൻ ചെയ്യും ഇതിനു വേണ്ടി. സ്കോപ്പർ ഗബാന്റെ ഈ അറ്റാക്കിൽ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ ചാപ്റ്റർ എൻഡ് ആവുന്നത്. ചാപ്റ്റർ 1148 അവിടെയാണ് എൻഡ് ആവുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും റിവീൽ ചെയ്യാനുണ്ടെന്നുള്ളത് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഫൈനൽ സാഗയിലാണെങ്കിലും ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്, റിവീൽ ചെയ്യാനുണ്ടെന്നുള്ള കാര്യമൊന്നും തോന്നുന്നില്ലായിരുന്നു ഇത്രയും കാലം. ഇനിയൊരു ഗിയർ 6 അങ്ങനെയൊന്നും പോസിബിൾ അല്ല. ഗിയർ 5 തീരും. ഇനി ഗിയറിന്റെ ഒരു അപ്ഗ്രേഡ് ഇല്ല എങ്കിലും ഹാക്കിയിൽ ഒരുപാട് അപ്ഗ്രേഡുകൾ വരും എന്നുള്ളത് ഇതോടെ തെളിയിച്ചിട്ടുണ്ട്. ഈ ഒരു ഷോട്ട് മതി എന്തുകൊണ്ടാണ് ഗോൾഡി റോജർ പൈററ്റ് കിങ് ആയതെന്നും ഇവരുടെ ക്രൂ ഇത്രയും ടോപ്പ് ആയതെന്നും മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇവർക്ക് എന്തൊക്കെ അറിയാട്. അപ്പൊ ഇവര് തന്നെ സെറ്റപ്പ് ചെയ്ത്, നമുക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു, മറ്റേ ഗ്രാൻഡ് ലൈനിന്റെ ഓരോ പാർട്സിലും ഓരോരുത്തർ ആൾക്കാർ ഈ പൈററ്റ് കിങ്ങിന്റെ ക്രൂവിലെ ഓരോരോ ആൾക്കാരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവര് തന്നെയാണ് അടുത്ത പൈററ്റ് കിങ്ങിനെ ഗൈഡ് ചെയ്യുന്നത്. എല്ലാം അടുത്ത പൈററ്റ് കിങ് അല്ല, അടുത്ത ജോയ് ബോയിനെ ഗൈഡ് ചെയ്യുന്നത് ഇവർക്ക് അറിയായിരുന്നു വരും എന്നുള്ളത്. അതിനു വേണ്ടി തന്നെയാണ് അവരവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് വരാനുണ്ട്. പൈററ്റ് കിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വരാനുണ്ട്. അടുത്ത ചാപ്റ്ററിൽ എന്തായാലും ഈ ഒരു ഹാക്കി പവർ എന്താന്നുള്ള റിവീൽ ആവുമെന്നാണ് തോന്നുന്നത്. ലോക്കിക്കും ചെറിയൊരു ഭാഗം ഇതിൽ പ്ലേ ചെയ്യാൻ കാണും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും വൺ പീസിന്റെ 1148 ചാപ്റ്റർ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്കവറീസ്, നിങ്ങളുടെ തിയറീസ് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ചാപ്റ്ററിന് ഇനി ബ്രേക്ക് ഇല്ലാന്ന് തോന്നുന്നു. അടുത്ത ചാപ്റ്റർ ഇറങ്ങുമ്പോൾ കാണാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ, താങ്ക് യു.